ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പായിരുന്നു കേട്ടോ. ഇന്ന് അത്ര പൊന്തിയില്ല ഞാൻ, അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ അരച്ച അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് അധികം സോഫ്റ്റ് ഉണ്ടായില്ല. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് കറിയാട്ടോ ഉണ്ടാക്കിയത്. നല്ല കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ എനിക്കിഷ്ടമാണ് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ എക്സാം അടുക്കലായിട്ടോ. 2-3 ദിവസം കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ അത് ഇരുന്ന് അങ്ങോട്ട് പഠിക്കും തോറും കഴിയാത്തൊരു വിഷയം പോലെ കേട്ടോ എനിക്ക് ഈ ലോ തോന്നുന്നത്. അതെത്ര പഠിച്ചാലും കഴിയില്ല. അപ്പോൾ അത് കാരണം കുറേ നേരമായി ഞാനിതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി മെനക്കെടുന്നു. ഓരോ ദിവസവും വേറെ വേറെ സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ലോനിങ്ങനെ മാറ്റി വയ്ക്കും. അങ്ങനെ അവസാനം ലോയിന് എടുക്കേണ്ടി വന്നു, കാരണം എക്സാം ആവാറായി. ഇനി ലോനെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങിയതാണ്. കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എങ്കിലും മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, അത്രയും പഠിക്കാനുണ്ട് നമുക്ക് ലോ. ഇതിപ്പോൾ ടെക്സ്റ്റാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നും കുറേ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ശരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ടെക്സ്റ്റിൽ ഇപ്പോൾ എല്ലാതും ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ മിക്ക സബ്ജക്റ്റും ടെസ്റ്റ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഗൈഡൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുത്ത പൈസ കൊണ്ട് ഗൈഡ് മേടിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈഡിന് അത്യാവശ്യം റേറ്റൊക്കെ വരും. അപ്പോൾ ഞാൻ പിന്നെ ടെക്സ്റ്റ് നോക്കി തന്നെ ഇപ്രാവശ്യം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും ഗൈഡൊക്കെ മേടിച്ച് ഒന്നും കൂടെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ എക്സാം കഴിയുമ്പോൾ അടുത്തൊരു എക്സാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പഠിപ്പ് നിർത്താൻ പറ്റില്ല. ഈ ഒരു എക്സാം കഴിഞ്ഞാലും പിന്നെ തുടർന്നുകൊണ്ടിരിക്കാം. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ആദ്യമേ പഠിക്കണം. അപ്പോൾ അടുത്ത മാസം ലാസ്റ്റ് വരെ കേട്ടോ നമ്മുടെ CSEBയിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ക്വാളിഫിക്കേഷനൊന്നും വേണ്ട നമുക്ക് ഈ CSEB എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. 10th അതുപോലെ തന്നെ കോപ്പറേഷനൊക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യൊക്കെ പറ്റും. അപ്പോൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടട്ടെ. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ വീട്ടിലാരും ഉണ്ടായില്ല. അപ്പം ഞാൻ തന്നെ ഒരു ഓംപ്ലേറ്റ് അല്ല, നമ്മുടെ ബുൾസൈ ആട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് മുട്ടപ്പത്തിനേക്കാളും കൊത്തിപ്പൊരിക്കുന്നതിനേക്കാളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടം ബുൾസൈ ആണ്. അപ്പോൾ ബുൾസൈ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കി, പിന്നെ ഒരു ഉപ്പിലിട്ട മുളകും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കട്ടൻ ചായ തിളപ്പിച്ചു. അതുപോലെ തന്നെ മിച്ചർ ഉണ്ടായിരുന്നു, മിച്ചറും കുക്കോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവക്കാഡോ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാട്ടോ, കുറച്ച് പഴുത്ത്. ഞാൻ അവക്കാഡോ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം കൊണ്ടുവന്നപ്പോൾ ഏതായാലും കഴിക്കാമല്ലോ. അപ്പോൾ അത് കാരണം അവർ വീട്ടിലുണ്ടായതാണ് കേട്ടോ പറഞ്ഞത്. അത് കാരണം കുറച്ച് മൂക്കാനുണ്ട്, അധികം പഴുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഞങ്ങളതിന് പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം ഷേക്ക് അടിച്ച് കുടിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.